അങ്ങനെ എല്ലാ പ്രേക്ഷകരും കാത്തിരുന്ന എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ ഒറ്റ വാക്കിൽ പറയാം, ഇന്ത്യൻ സിനിമയ്ക്ക് ലോകത്തിന് മുന്നിൽ തുറന്നു വെക്കാൻ കഴിയുന്ന ഒരു സിനിമയായി മാറുകയാണ് എമ്പുരാൻ. എന്താ ക്വാളിറ്റി, എന്താ വിഷ്വൽസ്, ആ തിയേറ്റർ എക്സ്പീരിയൻസ്. ഈ സിനിമ കാണാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഏറ്റവും മികച്ച തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണുക. കാരണം ഈ സിനിമയ്ക്ക് നിങ്ങൾക്ക് ഈ സിനിമയോട് നീതി കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുക എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ സിനിമയുടെ വിഷ്വൽ ക്വാളിറ്റി, ഈ സിനിമയുടെ സൗണ്ട് എഫക്ട്സ്, എൻ്റെ പൊന്നു പ്രേക്ഷകരെ, അത് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് മാത്രം അനുഭവിച്ചറിയാൻ പറ്റുന്നൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ഞാനൊരു സ്പോയിലറൊന്നും പറയല്ല, പക്ഷേ ലൂസിഫറിൽ ഏറ്റവും അധികം ആളുകൾ വീണ്ടും വീണ്ടും കേട്ടൊരു പാട്ട് കടവുള്ളെ പോലെ എന്ന പാട്ടാണ്. ആ പാട്ട് വന്ന ആ പോർഷൻ ഉണ്ടായ ഹൈപ്പ്, ഇതെല്ലാം തന്നെയാണ്. ഈ പാട്ടിൻ്റെ മറ്റൊരു വേർഷൻ ദീപക് ദേവ് തിയേറ്ററിലേക്ക് പെട്ടപ്പിച്ചിട്ടുണ്ട്. ആ പാട്ട് നിങ്ങൾ കാണണം, അല്ലെങ്കിൽ കണ്ട പ്രേക്ഷകരോടൊന്ന് ചോദിക്കണം. യജാതി പാട്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ വിഷ്വൽസ്, അതിൽ ലാലേട്ടൻ്റെ സ്വാഗ്, സ്റ്റൺ സീൻസ്, എൻ്റെ രോമാഞ്ചം അടിച്ച് അങ്ങ് നെറുകയിൽ കയറാന്ന് പറയില്ലേ, അതൊരു രോമാഞ്ചിഫിക്കേഷൻ മൊമെൻ്റ് ആയിരുന്നു ആ സീൻ എനിക്ക് തന്നത്. ഞാൻ റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ സീനിനെ പറ്റി പറഞ്ഞത്, എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ പാട്ടാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ പറയുന്നത് അതിൻ്റെ സെറ്റിംഗ് അപ്പ്, അത് ബിൽഡ് ചെയ്തിരിക്കുന്ന രീതിയിൽ ലാലേട്ടൻ വന്നിരിക്കുന്ന ആ സീൻസ് സത്യം പറഞ്ഞാൽ രോമാഞ്ചമായിരുന്നു. രോമാഞ്ചം മറ്റേ സ്പീക്ക് ആയിരുന്നു ആ പാട്ട്. പിന്നെ പൃഥ്വിരാജ് എന്ന സംവിധായകൻ, ഈ സിനിമയ്ക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതിൽ കൊടുക്കുന്ന ഓരോ തുകയും ആ സ്ക്രീനിൽ കാണാന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ആ കൊടുത്തിരിക്കുന്ന തുകയേക്കാൾ കൂടുതലൊക്കെ തന്നെ ഈ സ്ക്രീൻ കാണാനേ. ഈ ബഡ്ജറ്റ് ഇത്രയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വേറെ വല്ല സംസ്ഥാനത്ത് പോയൊക്കെ പറഞ്ഞിട്ടില്ല, അവർ മൂക്കിൽ വിരൽ വെച്ച് നിന്ന് പോകും. ഇത്രയേ ഉള്ളൂ ബഡ്ജറ്റ് എന്ന് അവർ ചോദിക്കും. കാരണം ആ ബഡ്ജറ്റിൽ ആ സാധനങ്ങൾ, പ്രത്യേകിച്ച് ഈ മോഹൻലാലിൻ്റെ ഇൻട്രൊഡക്ഷൻ സീനൊക്കെ ഉണ്ട്. ഒരു തൃശ്ശൂർ പൂരം കഴിഞ്ഞതുപോലെയാണ് തോന്നിയത് ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ സീനൊക്കെ കഴിഞ്ഞപ്പോൾ. അമ്മാതിരി ഇത്രയും മികച്ചൊരു ഇൻട്രൊഡക്ഷൻ സീൻ മലയാളത്തിൽ ഞാൻ വേറെ കൊടുത്തത് കണ്ടില്ല. അത് എന്താ ഒരു ഇൻട്രൊഡക്ഷൻ, എന്താ അതിൻ്റെ സെറ്റിംഗ് അപ്പ്. ലാലേട്ടൻ വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ സിനിമയിൽ, ഞാൻ ഇപ്പോഴേ പറയുകയാണ്. അത് സ്പോയിലറായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളത് എടുത്തോ. പക്ഷെ ലാലേട്ടൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് സ്ക്രീനിലേക്ക് വരുള്ളൂ. പക്ഷെ വരുന്ന ആ പോയിന്റ് പെട്ടച്ചിട്ടുണ്ട് പൃഥ്വിരാജ്. എന്തുകൊണ്ടാണ് താൻ മോഹൻലാലിൻ്റെ ഫാൻ ബോയ് ആണ് എന്ന് വീണ്ടും തെളിയിക്കുകയായിരുന്നു പൃഥ്വിരാജ്. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ അകത്ത് 25 മിനിറ്റ് സംവിധായകനെ തന്നെ വാക്കാണ്, അതുകൊണ്ട് സ്പോയിലറല്ല, ഹിന്ദി ഭാഷയാണ്. അതിലേക്ക് ഒരു പ്രേക്ഷകനെ കൊണ്ടെത്തിക്കാൻ ഏറ്റവും മികച്ച രീതിയിൽ സംവിധായകൻ തിരക്കഥാകൃത്തിന് സാധിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മൾ കയറി ഇരിക്കുമ്പോൾ തന്നെ ഹിന്ദി ഭാഷ നമ്മുടെ മലയാളത്തിൽ പോലും അല്ല, അതും 25 മിനിറ്റ് എന്ന് ആലോചിക്കുക. ആ 25 മിനിറ്റ് പ്രേക്ഷകർ പിടിച്ചെടുത്തുന്ന ഇമോഷണൽ സാധനം ഉണ്ട് ആ പടത്തിൽ. വളരെ ആ സീൻസൊക്കെ എനിക്കിപ്പോഴും മനസ്സിലുണ്ട്. വളരെ ബ്രൂട്ടലായിട്ടുള്ള സീൻസ് ഒരുപാട് ആ ഒരു സമയത്തുണ്ട്. അതുണ്ടാക്കുന്ന ഇമോഷണൽ കണക്ട് ഈ സിനിമയുടെ ഉടനീളം വരെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ആ സീൻസൊക്കെ വളരെ ബ്രൂട്ടലാണെങ്കിൽ പോലും അത് കൊള്ളുന്നുണ്ട്, ഭയങ്കരമായി കൊള്ളുന്നുണ്ട്. പ്രേക്ഷകൻ എന്ന നിലയിൽ അത് കിണ്ണം കാച്ചിയ രീതിയിൽ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് കിണ്ണം കാച്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെ സൂപ്പർ സീനെന്നല്ല ഞാൻ പറയുന്നത് ആ ഇമോഷണൽ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നു. ആൻഡ് ദാറ്റ് വാസ് റേസ്ഡ് വെരി വെൽ എന്നും പറയേണ്ടി വരും. ആൻഡ് എനിക്ക് ആകെ ഒരു വിഷമം തോന്നിയത് മോഹൻലാലിൻ്റെ സ്ക്രീൻ സ്പേസ് ഭയങ്കര കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി. എനിക്കറിയില്ല, അത് ലൂസിഫറിനേക്കാളും കുറവുള്ള പോലെ തോന്നി, ഡയലോഗുകളും കുറവുള്ള പോലെ തോന്നി. എന്താണ് ലാലേട്ടന് കുറച്ചുകൂടെ ഡയലോഗ് കൊടുത്തൂടെ, പൃഥ്വിരാജ് കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് കൊടുത്തൂടെ എന്ന് തോന്നിപ്പോയി. പക്ഷെ പൃഥ്വിരാജ് എന്ന ഡയറക്ടറിൻ്റെ വൺ ഓഫ് ഇറ്റ്സ് ബ്രില്യൻ മേക്കിംഗ്, ഗംഭീര മേക്കിംഗ്. ഇതൊക്കെ ഒറിജിനൽ ലൊക്കേഷനാണ്, ഇതൊന്നും ഗ്രീൻ സ്ക്രീനിൽ എടുത്ത് പോയി ഷൂട്ട് ചെയ്ത സാധനങ്ങളൊന്നുമല്ല. ഒറിജിനൽ ലൈവ് ലൊക്കേഷൻ പോയി എടുത്ത് അമ്മാതിരി പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് ചെയ്തു വെച്ചേക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആ എഫേർട്ട് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഞാൻ പറയുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ എമ്പുരാൻ എത്തിയിരിക്കുകയാണ് എന്നത് മാത്രമാണ് പറയാനുള്ളത്. കാരണം ഇത് ഇന്ത്യൻ പ്രേക്ഷകർ കാണണം, ഇത് ലോകത്തിലെ പ്രേക്ഷകർ കാണണം, ഇത് വിലയിരുത്തണം, ഇത് ചർച്ച ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുരളി ഗോപി എന്ന റൈറ്റർ സാധാരണയായി ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു കൊട്ടുണ്ട്, ഒരു സെറ്റാരിക്കൽ കൊട്ട്, അത് കൃത്യമായി ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു വലിയ കഥ സംസാരിക്കുന്നുണ്ട്. ഇതൊരു മാസ്, ഞാൻ പറയുന്നു ആ കടവുളെ പോലെ ഒന്ന് ഗാനം അല്ലാണ്ട് ഈ ലൂസിഫറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ മാസ് സീൻസൊക്കെ ഉണ്ടല്ലോ, അത് താരതമ്യേന ഇതിനകത്ത് കുറവാണെന്നാണ് എനിക്ക് തോന്നിയത്. മാസ് രംഗങ്ങൾ കുറവാണ്.
കഥാപരമായി തന്നെയാണ് ഈ രണ്ടാം ഭാഗം സംസാരിച്ചിരിക്കുന്നത്. ആ കഥയാണെങ്കിൽ വളരെ ഡെപ്തുള്ളൊരു കഥയും കൂടിയാണ്. ആ സംസാരിക്കുന്ന കഥയിൽ നിന്നുണ്ടാവുന്ന മാസ് രംഗങ്ങളാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. പിന്നെ ആ ഒരു സസ്പെൻസ് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയായി വരും എന്നുള്ളതൊക്കെ ഒന്ന് കാത്തിരുന്ന് കാണാം. എന്നാലും ഞാൻ ഒരു സ്പോയിലർ കൂടെ പറയുകയാണ്. നമ്മൾ ആ ഡ്രാഗൺ ഷർട്ട് ഇട്ടേക്കുന്ന പുള്ളിയില്ലേ, നമ്മൾ ന്യൂസ് 18 നിങ്ങൾ സ്ഥിരമായി ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ആ വ്യക്തിയുടെ പേര് അതിനകത്തുണ്ട്. ഓക്കെ, അത് മാത്രമല്ല സ്പോയിലർ നമ്മൾ മാത്രമല്ല പല മാധ്യമങ്ങളും അത് കൊടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞതാണ്. മുൻപ് നമ്മൾ ചെയ്ത വീഡിയോകൾക്കൊക്കെ തന്നെ ആ വ്യക്തിയുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാരാണ് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. അപ്പോൾ ഒരു മികച്ച സിനിമാ അനുഭവം എമ്പുരാൻ നൽകിയ ഒരു മികച്ച ദൃശ്യ വിസ്മയം, ഒരു മികച്ച സൗണ്ട് വിസ്മയം, പ്രകടനങ്ങൾ കൊണ്ട് ഗംഭീരമാക്കി. പ്രത്യേകിച്ച് ഇന്ദ്രജിത്തൊക്കെ അസാമാന്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ട് അദ്ദേഹം ലിഫ്റ്റ് ചെയ്തു. ബൈജുവിൻ്റെ 2-3 തഗ് ഡയലോഗ് അടിപൊളിയായിട്ട് മാറി. അങ്ങനെ എമ്പുരാൻ ഇസ് എ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. പോയി കാണുക, നിങ്ങളുടെ ഏറ്റവും മികച്ച സിനിമാ അനുഭവമാക്കി മാറ്റുക. താങ്ക് യു സോ മച്ച്.